ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറാപുഞ്ചിയിലെ മൗളു എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. നമ്മൾ ഇന്നലെ ലിവിങ് റൂട്ട് ബ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം ടെൻ്റ് അടിക്കാൻ പോയി അതേ സ്ഥലത്ത് തന്നെ ടെൻ്റ് അടിക്കാൻ നോക്കി. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ പൈസയ്ക്ക് ചോദിച്ചു. അവർ പിന്നെയും ബിസിനസ് മൈൻഡിലേക്ക് മാറി നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ തന്നെ. അപ്പോൾ നമ്മൾ അവിടുന്ന് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ അവിടുന്ന് ഒരു സ്ത്രീ ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി അവിടുന്ന് വേറൊരു സ്ഥലമൊക്കെ കാണിച്ചു തന്നു ടെൻ്റ് അടിക്കാൻ. എന്നിട്ട് രാത്രിയായപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവർ വേറൊരു വീടുണ്ടായിരുന്നു, അവിടെ ഞങ്ങൾക്ക് ഒഴിഞ്ഞു തന്ന് അവിടെ ഞങ്ങൾ കിടത്തി. ഇതാട്ടോ അത്, ഈ വീട്ടിലാണ് നമ്മൾ കിടന്നത്. നല്ല അത്യാവശ്യം സൗകര്യം കാര്യങ്ങളെല്ലാം ഉള്ള വീടാണ്. ഇവരെ മക്കൾ അവരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മളെ കിടന്നുറങ്ങുന്നുണ്ടോ, ഇവിടെ നമ്മളെ കിടത്തി ഇറക്കി അവരെ വീട്ടിലേക്ക് പോയി. നല്ല ആൾക്കാർ കേട്ടോ. അതായത് ഇവിടെ നമ്മൾ വന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്, അവിടെയാണ് അവരെ വീട്. അപ്പോൾ നമ്മൾ ഇവിടെ നിപ്പിച്ച് കഴിഞ്ഞ് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ കാണിച്ചു തരാം. അതുപോലെ ഇനി നമുക്ക് കുളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. നല്ല അടിപൊളി ഗ്രാമം കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ്, നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കണം. ഇവരൊക്കെയാണ്, ഇവർ അവരെ മക്കളാണ്. ഇവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അവരെ പറഞ്ഞ് രാവിലെ തന്നെ അവിടെ കൊണ്ടുവിട്ട് അവർക്കൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവിട്ട് അവരമ്മൂമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. വേറെന്താ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും കൊള്ളാം, നല്ല ആൾക്കാരാണ്. അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങളാണ്. അവിടെ ഒരു സിമെൻറ്റ് ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാട്ടർഫോൾസ് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ചിറാപുഞ്ചിക്കടുത്തുള്ള മൗളു എന്ന് പറഞ്ഞ ഗ്രാമത്തിലാട്ടോ ഉള്ളത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നോക്കിയാൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴി പോകുന്നുണ്ട്. അച്ഛാ പനിയാണ് ഇതേ. ഓ, ഇവിടെയൊക്കെ കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ നീന്തി കളിക്കാൻ പറ്റുന്നവരാണ്. ഇവരൊക്കെ ഇവിടെ നിന്നാണ് കുളിക്കാനൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് അപ്പുറ സൈഡിൽ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്സ് കയറിയിട്ട് പോയ വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെയും കൊണ്ട് പോകാട്ടോ. അവർക്ക് എന്നാ നമുക്കാ ഭിൻഡി 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 എന്നാട്ടോ അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നമ്മൾ നിപ്പിച്ച വീട്ടിലുള്ള കുട്ടിയാട്ടോ, അവരെ മോളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം. നമ്മളവിടുന്ന് മുകളിലോട്ടേക്ക് കയറി വന്നവിടെ തന്നെ ഇവിടെ ഫുള്ള് ശ്മശാനം കാണാൻ പറ്റുന്നുണ്ട്. കുറേ എന്താ പറയുക ക്രിസ്ത്യൻസിൻ്റെ കേട്ടോ, ഫുള്ള് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി പോയാലാണ് നമ്മളെ വാട്ടർഫാൾസ് കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം. ഇവിടെ അങ്ങ് വരെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്സ് ഉതിർത്തൊക്കെ ചേരെ. ഓ, ഈ സ്റ്റെപ്പ് അങ്ങ് വരെ പോകുന്നുണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള സ്റ്റെപ്സാണിത്. ഇവിടെ അതേപോലെ തന്നെ ഒരു കേവും ഉണ്ട്. പക്ഷേ ആ കേവിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഗൈഡോ കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഇതെനിക്ക് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അതിനുള്ളിൽ കയറുന്ന സമയത്ത് ഇരുടായിരിക്കും. നമ്മൾ മറ്റേ കേവിൽ പോയ പോലെ ആയിരിക്കും. ക്രംപുരിയിൽ ഉള്ളിൽ കയറണമെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കേവിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ആ സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്ന്, അപ്പോൾ ഇവിടുന്ന് വ്യൂ ഉണ്ട്. ഓ, അടിപൊളി വ്യൂ കേട്ടോ. എൻ്റെ രക്ഷയില്ല. അവിടെ നമ്മൾ പ്ലെയിനായിട്ടാണ് കണ്ടതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാട്ടോ. അടിപൊളി വലിയ വലിയ പാറകളും അതുപോലെ തന്നെ അത് അവിടെ വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ആ ഭാഗത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷേ വെള്ളം നല്ല പോലെ അവിടേക്ക് വരുന്നുണ്ട്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളാട്ടോ. വലിയ കുഴി പോലായി പെട്ടെന്ന്. നമ്മൾ അവിടെ നിന്ന് വന്നതുപോലെയല്ലേ ഇവിടെ കാണുന്നത്. ഇവിടെ പെട്ടെന്ന് മാറിപ്പോയി, ഫുള്ള് മാറിപ്പോയി. നോക്കിക്കേ, വേറൊരു വ്യൂ ആയി മാറി. അവിടെ കുറേ കോടകളുണ്ട്, നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നില്ല. പക്ഷേ കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ എന്താ പറയുക, ഒരു ഇത് ഗർത്തം പോലെ ഉണ്ട്. അതുപോലെ അവിടെ നോക്കിയ പാറേൻ്റെ പോലെ ഇങ്ങനെ വെള്ളം അടിച്ച് ഒഴുകി വരുന്നുണ്ട്. അച്ഛാ വ്യൂ ഹേ. ഓ, ഉധർ സെ ദേഖ്നെ കെ ലിയെ ദൂസരായ ഇധർ ഹി ദൂസരായ. അടിപൊളി കേട്ടോ. എനിക്ക് നമ്മളെന്തായാലും ഇങ്ങോട്ടേക്ക് നടന്നു വന്നാൽ നന്നായി. ഇങ്ങനൊരു വ്യൂ കാണാൻ പറ്റില്ല. നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. പൊളി, ഫുൾ കാടാട്ടോ. അതാണ് പ്രത്യേകത ഇതിൻ്റെ. നമ്മൾ വിചാരിക്കുന്ന സ്ഥലമായിരിക്കില്ല അതിൻ്റെ അപ്പുറം തന്നെ പോകുമ്പോൾ. അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ
താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇറങ്ങാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്നും അയച്ചിട്ടൊന്നുമില്ല. ഇപ്പം 12 മണിയാവാറായി. ഞാൻ രാവിലെ തന്നെ അവിടെ ഞാൻ രാവിലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു വെള്ളമൊഴുകി പോകുന്നത്, അവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഒന്ന് പറയണം, അവരെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ പോവുക, താങ്ക്സ് പറയണം. അതേപോലെ തന്നെ ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങണം. വണ്ടി ഇനി ഇങ്ങനെ തന്നെ ഇറക്കി കൊണ്ടുപോകണം കേട്ടോ. ശരിക്കും ഇന്നലെ വന്നത് അങ്ങനെ തന്നെ ചുറ്റി അങ്ങനെ വന്നതാണ്. ഇനി നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ തന്നെ ഇറക്കി ഇങ്ങനെ തന്നെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലുള്ള അവിലും കൂടി അവിടെ കൊടുക്കുക കേട്ടോ. ഒരു അവിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ വീട്ടിലേക്ക് പോകും. ഇവിടെ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. അവരെ നിത്യോപകരണ സംഭവങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് ഒഴുകുന്ന വെള്ളമൊക്കെയാണ് എടുക്കാറ്. നമ്മളെ ഹിമാചലിലുള്ള പോലെ തന്നെയാണ് ഇവിടെയും സെറ്റപ്പൊക്കെ. നമ്മളപ്പോൾ അവരെ വീട്ടിലെത്തി. അവരോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇതാട്ടോ അവരെ വീട്. അപ്പോൾ നമ്മളോട് ഇവർ ബൈ ഒക്കെ പറഞ്ഞ് പോവാം കേട്ടോ. ഇനി ഇവരെ ഷോപ്പിലേക്ക് നമുക്ക് പോവാം, ഹോട്ടലിലേക്ക് പോവാം. ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കണം, എന്നിട്ട് പോകണം. നമ്മളിപ്പോൾ അവരെ സ്ഥലത്തിൻ്റെ അടുത്തെത്തി. ആ ബോൾ കണ്ടോ, ഇത് ചിറാപ്പുഞ്ചിയിൽ വന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെയാട്ടോ ഇവരെ കട. അപ്പോൾ നമ്മളെന്തായാലും വന്ന് അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. ഇവരാട്ടോ ഹെൽപ്പ് ചെയ്തത്. ഹായ് ബോലോ. നാം ബി ബോലോ. ഡാഡൽ നാട്ടോ. വെരി 2 ഷോപ്പുണ്ട് കേട്ടോ. ഇതാ ചെരുപ്പിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് ഇട്ടെന്നാണ്. ഇതാ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യമൊക്കെ ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കപ്പ്, മഗ്, അങ്ങനത്തെ എല്ലാ സാധനവും, ഷൂ, പിന്നെ ചെരുപ്പ് എല്ലാം കൂടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇപ്പുറം ഫുഡിൻ്റെ കടയുണ്ട്. ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവരെ മക്കൾ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടുന്ന് ഇതാ പൊറോട്ട ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ സാൾട്ട് ഇതൊക്കെ ഇട്ട് മുട്ടയൊക്കെ പൊട്ടിച്ച് വന്ന് ഇവിടുന്ന് പൊറോട്ട ഉണ്ടാക്കിയാണ് അവർ കടയിൽ നിന്ന്. അപ്പോൾ ഇന്നും നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ആട്ടോ. നോക്കാം സെറ്റപ്പ് എങ്ങനെയാണ്. പൊറോട്ട ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടയത്തെ ഇത് വെച്ചിട്ട് അതെയോ ഫുൾ കിട്ടോ? ബസ് ബസ് പൂര ഇന്ന് നമ്മളെ കുക്കിംഗ് വീഡിയോ ആണ്. നല്ലോണം വഴച്ചെടുക്കുക, അടിപൊളിയാക്കുന്നത്. അങ്ങനെ നമ്മൾ ബോള് സെറ്റാക്കിയതിൻ്റെ ചിറാപ്പുഞ്ചിയിൽ മലയാളി പൊറോട്ട അടിക്കുന്നു. ചിറാപ്പുഞ്ചിയിൽ മലയാളി പൊറോട്ട അടിക്കുകയാണ്. ഇവിടെ ഓർഡർ തുടങ്ങിയാൽ മതി. ചിറാപ്പുഞ്ചി കേട്ടോ, അവരെ ഹോട്ടലാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കും. ഇന്നും കൂടി ഇവിടെ നിൽക്കുക കേട്ടോ. നമ്മൾ നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇവിടെയൊക്കെ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇവർ 2 കടയുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു. ഒന്നതും ഒന്നിതും. ക്ലൈമറ്റ് നോക്കി ഇപ്പം എന്താ സമയം ഇപ്പം ഏകദേശം ഇതാ 2 മണിയായി. 2 മണിക്കാണ് ഈ ഒരു ക്ലൈമറ്റ് ഇവിടെ. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. അധികം വലിയ തണുപ്പും ഇല്ല ചൂടും ഇല്ല, നല്ലൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. തണുപ്പുണ്ട് കേട്ടോ, ചൂടില്ല. നമ്മളപ്പോൾ ഇതാ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരത്തി എന്താ ഉണ്ടാക്കി വെച്ചത് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തിയിട്ട് നമ്മൾ ഇതാ ഇടാൻ പോവുകയാണ് നമ്മളെ പൊറോട്ട. അതിൻ്റെ അകത്ത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതുണ്ടോ, ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 30 പൊറോട്ടേൻ്റെ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? 30 പൊറോട്ടയാണ്. 2 കിലോ മൈദ കൊണ്ടുണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് അടിപൊളിയായിരിക്കും ഫുഡൊക്കെ. ഇനി നമുക്ക് ചിക്കൻ വരുന്നുണ്ട്, അതും കൂടി കറിയൊക്കെ വെച്ചിട്ട് പൊളിച്ചടിക്കിട്ട് തിന്നാം. അങ്ങനെ മേഘാലയ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ പൊറോട്ട തിന്നാൻ പോവുകയാണ്. ഇവിടെ ഇവർ കോയിനുള്ളിലേക്ക് കയറ്റും കേട്ടോ. നോക്കിക്കേ, കോയിന് സൈസൊക്കെ നോക്കിക്കേ. ബടാ ബടാ കോയി ഹേ, ബടാ ബടാ കോയി ഹേ, ബടാ സൈസിലുള്ള കോയി കേട്ടോ. ഇത് പിടിച്ച് 4 ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇതിനെ കൂട്ടിലാക്കാൻ നോക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് പൊറോട്ടയും പിന്നെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി അതൊക്കെ തിന്ന് തീർത്ത് അത് കഴിഞ്ഞ് രാവിലെ തന്നെ ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഞങ്ങൾ എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. ഞങ്ങൾ എണീച്ചത് 6:07 ഞാൻ എണീച്ചത്. 5:30 അലാറം വെച്ചായിരുന്നു. പക്ഷേ അവർ നേരത്തെ തന്നെ പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രക്ക് ചെയ്യാനുള്ള ഒന്നും കിട്ടിയില്ല. അത് മിസ്സായിപ്പോയി. ഞാനത് ഓർത്താട്ടോ അവിടെ നിന്നത് തന്നെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രക്ക് ചെയ്യണമെന്ന്. അവരെ ഇളയ മകനാട്ടോ ഇത്, ഏറ്റവും ഇളയ മകനാണ്. അപ്പോൾ നമുക്ക് ഒന്നാണം കുടുങ്ങിയാന്ന്. അപ്പോൾ നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ച് എല്ലാം നിന്ന് പോയി, സ്റ്റക്കായിപ്പോയി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് ദൗക്കിയിലേക്ക് പോകാനുള്ള പരിപാടി. കാരണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം നമുക്ക് ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ ട്രക്കിങ്ങിനായിരുന്നു ഇവിടെ നമ്മൾ നിന്നത്. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ദൗക്കിക്ക് പോവാണ്. അമ്മൂമ്മ രാവിലെ തന്നെ പോയി കേട്ടോ. അപ്പോൾ അത് വയ്യാണ്ട് ഓട്ടക്കാരി കേട്ടോ, റണ്ണറാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്പോർട്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. കുറേ മെഡലും കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിലുണ്ട്. ഇതൊക്കെ ഈ ഏരിയയൊക്കെ ഫുള്ള് ഇപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ. ഇന്നലെ കാണിച്ച അതേപോലെ തന്നെ അങ്ങോട്ടാണ് നമ്മൾ ഇന്നലെ പോയത്, മറ്റേ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. ക്രേം ഫാൾസ് അങ്ങനെ എന്തോ ഫാൾസിൻ്റെ പേരാണുള്ളത്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളവിടെ അവരോട് ബൈയൊക്കെ പറഞ്ഞിറങ്ങി. നമുക്കിന്ന് ട്രക്കിങ്ങിന് പോകാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്ന് നമ്മൾ ദൗക്കിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ബൈക്കൊക്കെ റെഡിയാണ്. അപ്പോൾ ബേക്കിൽ നിന്നാൽ നിങ്ങൾക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റും. അതായത് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വലിയൊരു വെള്ളച്ചാട്ടമാണ്. ലോങ് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാൽ വെള്ളം ചാടി വരുന്നത് മോളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെറുതുണ്ട്. മഴ പെയ്യുന്നേരം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് നല്ല വലിയ വാട്ടർഫോൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാട്ടോ പോകുന്നത്, നേരെ താഴോട്ടേക്കാണ് പോകുന്നത്. താഴോട്ട് ബംഗ്ലാദേശാണ്. അപ്പോൾ നമുക്കിതാ നേരെ ദൗക്കിയിലേക്കുള്ള യാത്ര തുടങ്ങാം. പിന്നെയും നമ്മളിപ്പോൾ ഇതാ പിന്നെയും ബംഗ്ലാദേശ് ബോർഡറിൻ്റെ സൈഡിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തും ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അകത്തുള്ള വില്ലേജസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫുള്ള് പച്ചപ്പ് ഇങ്ങനെ പുതച്ച് കിടക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. റോഡ് സൈഡിൽ രണ്ടും നോക്കിക്ക് ഫുള്ള് പച്ചപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം മഴ കിട്ടി കഴിഞ്ഞാൽ മേഘാലയ കാണാൻ അടിപൊളി കേട്ടോ. ഫുള്ള് എന്താ പറയുക, പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചെറിയ ചെറിയ വീടുകൾ കേട്ടോ, മിക്കതും ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും. പിന്നെ മുളകളും കുറേ ഉണ്ട്. ഈ മേഘാലയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് കാടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വരുന്നതൊക്കെ ഇഷ്ടം പോലെ കണ്ടായിരുന്നു. വീടൊക്കെ നോക്കിക്കേ, ചെറിയ ചെറിയ വീടുകൾ. നമ്മൾ പണ്ട് എവിടെയൊക്കെയോ നമ്മളെ കുഗ്രാമങ്ങളെയൊക്കെ കാണുന്ന അങ്ങനത്തെ വീടുകൾ. ഇത് ശരിക്കും ബംഗ്ലാദേശ് ബോർഡറിൻ്റെ സൈഡാട്ടോ. അത് ഇവിടെ കണ്ടോ ഒരു ലോഡ് ട്രക്കുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇത് ശരിക്കും നമ്മളെ ഇന്ത്യയിൽ നിന്ന് മേഘാലയത്തെ കോറികളിൽ നിന്ന് കല്ലുകളും ബംഗ്ലാദേശിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേട്ടോ. അതായത് ഇവിടെ നിന്നാണ് നമ്മളെ ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് കല്ലുകൾ കയറ്റുമതി ചെയ്യുന്നത്. ഫുള്ള് ട്രക്കുകളും കാര്യങ്ങളും കേട്ടോ. ഇവിടെ എല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഈ സൈഡിൽ നിന്ന് വെച്ചാൽ മൊത്തം ബംഗ്ലാദേശ് ബോർഡർ കൂടിയാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു ചെറിയ ഗ്രാമമാണിത്. അതുപോലത്തെ അവിടുത്തെ കടകളും കാര്യങ്ങളാണ്. കാരണം ഇതുവഴിയാണ് ട്രക്കുകളൊക്കെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് റോഡും കംപ്ലീറ്റ് മോശം കേട്ടോ. എങ്ങനെ റെഡിയാക്കിയിട്ടും കാര്യമില്ല. ഫുള്ള് റോഡ് കംപ്ലീറ്റ് മോശമായിട്ടാണ്. ഗ്യാസുകൾ കട്ടിക്ക് നിരത്തി വെച്ചിരിക്കുന്നത് അങ്ങ് മുതലിങ്ങനെ. ഇത് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ ബംഗ്ലാദേശ് ബോർഡർ കിട്ടിയില്ല.
വണ്ടി നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് വിട്ടിരിക്കുകയാണ് ഗൈസ്. കുറേ മുകളിലോട്ടേക്ക് ഞങ്ങൾ കയറി നല്ല അടിപൊളി റോഡും കിട്ടി. ചെറിയ റോഡാണെങ്കിലും നല്ല റോഡാട്ടോ. വണ്ടികളും കാര്യങ്ങളൊന്നും ഇതുവഴി പോകാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു. ഇപ്പുറം അപ്പുറമായിട്ട് ഫുള്ള് കവുങ്ങിൻ്റെ തോട്ടാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. റോഡിൻ്റെ 2 വശത്തായിട്ട് കാട് പോലെ ഈ കവുങ്ങിൻ്റെ തോട്ടാണ്. ഇവരിന്ന് കുറേ ആൾക്കാർ കവുങ്ങൊക്കെ പറിച്ച് ചാക്കിലൊക്കെ ആക്കിയിട്ട് കയറ്റിക്കൊണ്ടോന്നല്ലാണ്ട് വേറെ വണ്ടികളും കാര്യങ്ങളൊന്നും ഇതുവഴി ഞങ്ങൾ കണ്ടിട്ടില്ല. ഫുള്ള് നല്ല ഭംഗിയുള്ള റോഡാട്ടോ. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുവഴി ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ദൗക്കിന്ന് വേറൊരു റൂട്ടാണിത്, ഉള്ളിലോട്ടുള്ള റൂട്ടാണിത്. കറക്റ്റ് പറയുകയാണെങ്കിൽ എനിക്കും അറിയില്ല. അവിടുത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ വീടുകളും പിന്നെ അത്യാവശ്യം വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ചെറിയ വീടുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സംഭവമാണ്. ഈ പാലം കാണാം നിങ്ങൾ, മരത്തിനെ കൊണ്ടുണ്ടാക്കിയ പാലാട്ടോ. നമ്മുടെ മേഘാലയയിൽ അങ്ങ് മുതൽ ഇങ്ങനെ നമ്മൾ ബൈക്കും കൊണ്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇങ്ങനത്തെ പാലങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളങ്ങനെ മേഘാലയയിലെ ജോവൈ എന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു വില്ലേജാണ്. പിള്ളേരൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ റോഡ് സൈഡിൽ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവർ മറ്റേ മരത്തിനെ കൊണ്ടൊക്കെ തൂണിന് പകരം മരങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. കാരണം കുത്തനെയുള്ള മലകളായതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റേ ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ കോൺക്രീറ്റ് ഉണ്ട്, മിക്കതും നമ്മളെ മരത്തിനെ കൊണ്ടിങ്ങനെ തൂണ് പണിത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കാണാൻ തന്നെ വേറൊരു രസമുണ്ട്. പക്ഷേ ഇത് എങ്ങനെ സർവൈവ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാത്തത്. പെട്ടെന്ന് എന്തെങ്കിലും വെള്ളമോ ലാൻഡ് സ്ലൈഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു പിടിയില്ല. നോക്കിക്കുക, എല്ലാം അങ്ങ് മുതൽ ഇങ്ങ് വരെ കാണാൻ പറ്റുന്ന ഒരേ സാധനം തന്നെയാണ്. നമ്മൾ ആദ്യമേ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഫുള്ള് മരത്തിനെ കൊണ്ടൊക്കെ വെച്ചിട്ടാണ് ഇവർ തൂണൊക്കെ പണിതിരിക്കുന്നത്. വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രമാണ് നമ്മളെ കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫുള്ള് ഒരു റോഡാണെങ്കിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലായിരിക്കും ഇവരെ വീടുകളും കാര്യങ്ങളും ഉണ്ടാകുക. ഇവരെ ഒരു വശത്താണെങ്കിൽ മറ്റേ നമ്മളെ ആഘാതം പോലത്തെ സ്ഥലത്താണ് കൂടുതൽ വീടുകളും ഇവർ പണിത് വെച്ചിട്ടുണ്ടാകുക. എന്നാലും കാണുന്ന നേരം ഭംഗിയുണ്ട്. പക്ഷേ എന്തെങ്കിലും ഇവർക്ക് പ്രത്യേക സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പിടികിട്ടില്ല. നല്ല റോഡാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ജോവൈ അങ്ങോട്ടേക്കുള്ള ഒരു പാത. അപ്പോൾ നമ്മളിതൊരു കാട്ടിക്കൂടിയുള്ള വഴിക്ക് കയറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വില്ലേജ് കാണാൻ പറ്റും, ഇടയ്ക്ക് കാട്ടിക്കൂടിയുള്ള വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ജോവയിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ടായിരിക്കും ദൗക്കി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.